സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിന്റെ ഭാവം കളഞ്ഞു കുളിക്കപ്പെട്ട മനുഷ്യൻ കലുഷിതമായ സംഘർഷമായ അന്തരീക്ഷത്തിൽ നെടിപിരി കൊള്ളുമ്പോൾ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യന് സ്വാന്തനമായി, ആശ്വാസമായി, തണലായി, താങ്ങായി ദൈവത്തിന്റെ ജീവനുള്ള വചനം അവിടുന്ന് നമുക്ക് നൽകിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം സമം ദൈവം. വചനം പ്രഘോഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം കടന്നു വരിക എന്നതാണ്. ഈ ജീവന്റെ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു സ്വാന്തനം വന്ന് തലോടുകയാണ്. സ്നേഹത്തിന്റെ അമൃതാണ് ഈ വചനത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർത്തപ്പെടുന്നത്. എന്നാൽ ദൈവം സ്നേഹമാണ്. ഈ കുലച്ചുണ്ടിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ തുടികൊട്ടുന്ന ആ സ്നേഹത്തിന്റെ ഭാവമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാവമാണ്. എന്നാൽ ഈ സ്നേഹത്തിന്റെ നിറവിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എങ്ങനെയാണ് കലുഷിത അന്തരീക്ഷത്തിൽ അകപ്പെട്ടു പോയത്? അത് ചതിയനായ വഞ്ചകനായ പിശാചിന്റെ ചതിഗുണമാണ്. സ്വർഗത്തിലെ ദൈവദൂതന്മാരും മാലാഖാവൃന്ദവും ഒരിക്കലും കലഹിക്കുന്നില്ലവർ സ്നേഹത്തിൽ ഒന്നായി ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരമപരിശുദ്ധൻ എന്ന് നിരന്തരം പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മാലാഖമാരേക്കാൾ സ്വൽപ്പം താഴ്ത്തിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ അവനെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സ്വഭാവത്തിലാണ് അവനെ മെനഞ്ഞത്. അത് സ്നേഹമാണ് ദൈവത്തിന്റെ സ്വഭാവം. ആ സ്നേഹത്തിന്റെ ഭാവത്തിലും സ്വഭാവത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലേക്ക് അസൂയ നിമിത്തം ദൈവത്തെ ധിക്കരിച്ച പിശാച് മനുഷ്യനിൽ അവസരപൂർവം നിക്ഷേപിച്ചു നൽകിയ 7 മൂലഭാവങ്ങളാണ് മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നത്. ഈ 7 മൂലഭാവങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന ആരും സ്വന്തമായി കടയിൽ നിന്ന്